സുഖമില്ലേ? ഇന്ന് ആദ്യം ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മളിത് വന്നിട്ടാണ്. ഞാൻ മസാല പൊടിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അടുത്തിടെ തന്നെ നിങ്ങൾക്ക് മസാലയുടെ ഇട്ടിട്ട് കാണിക്കാമെന്ന്. കാരണം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന വീഡിയോയിൽ നമ്മൾ ബീഫാണതേ. ഇത് 500 ഗ്രാമേ ഉള്ളൂ, 1/2 കിലോ. കുറച്ചിത് ഇവിടെ അത്രേ ആളുകളുള്ളൂ, അതുകൊണ്ടാണ് അത്ര കുറച്ച് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ചേരുവകൾ ഇതിൽ ചേർക്കുന്ന ഒരു സംഭവം, ഇതിനെ നമ്മൾ കടച്ചക്കയാണ്. ഇതിനെ ഞങ്ങൾ ഇവിടെ കടച്ചക്ക എന്ന് പറയും. നിങ്ങളൊക്കെ എന്ത് പറയണമെന്ന് പറയും. ചില നാട്ടിലൊക്കെ സ്ഥലങ്ങളിലൊക്കെ ചീമച്ചക്ക എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. കമൻറ്റ് ചെയ്യണം എന്താ ഇതിൻ്റെ പേരെന്ന്. ഇവിടെ കടച്ചക്ക എന്ന് പറയാം. അപ്പോൾ ഇതിലിടുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ പറയാം. തക്കാളി ഇപ്പോൾ കുറച്ച് കറി ആയതുകൊണ്ടാണ് ഞാൻ 3 തക്കാളി എടുത്തു. ഉള്ളി ഇത്തിരി ചെറിയ ഉള്ളി ഞാൻ ഇത്തിരി അധികം എടുക്കും എല്ലാ കറിയിലും. പിന്നെ നമ്മൾ വെളുത്തുള്ളി എടുത്തു. സബോള ഇത് ചെറുതായതുകൊണ്ട് ഒരു ചെറിയ സബോളയും കൂടി എടുത്തു. പച്ചമുളക് എരിവുള്ളതാണ് കൂടുതൽ. ഈ മുളക് ഞാൻ നിങ്ങൾ കാണിച്ചിട്ടുണ്ട്, സൂപ്പർ നല്ല ടേസ്റ്റുള്ള മുളകാണ്. അപ്പം ഞാൻ ഇതിലൊരു ചെറുതും വലുതായിട്ട് 4 2 മറ്റേ എരിവില്ലാത്ത മുളക്, അങ്ങനെ ഞാൻ ഈ മുളക് ഇതെടുത്തു. ഈ മുളക് ഇത്തിരി കൂട്ടി ഇട്ടാൽ ഒരു ഗുണമുള്ളത് മുളക് പൊടി കുറച്ച് മതി. മുളക് പൊടി എപ്പോഴും കുറച്ച് ഇടണതാണ് നല്ലത്. അപ്പം കുരുമുളക് പൊടി വരും, എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതുകളെല്ലാം ഞാൻ നന്നാക്കി ഈ പോത്തിറച്ചി കഴുകി വൃത്തിയാക്കി കാണിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാനിത് പോത്തിറച്ചി നുറുക്കി കഴുകി എടുത്തു കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കുക്കറിൽ കേട്ടോ. അപ്പം ഞാൻ ഇത് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ ബാക്കിയുള്ളത് കാണിച്ചു തരാം. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സബോള നേരത്തെ കാണിച്ചതായിരുന്നു, പച്ചമുളക്, ഇഞ്ചി ചതച്ചിട്ട് ഇടാവും, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പം മഞ്ഞൾപ്പൊടി, കുരുമുളക്, കാശ്മീർ മുളക് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഉപ്പ്, വേപ്പില, പിന്നെ അന്ന് പൊടിച്ച ഫ്രഷ് മസാല. ഇതാണ് ഗൈസ് ഹൈലൈറ്റ്. ഓക്കെ. ഇതിന് പ്രധാനപ്പെട്ടത് ഈ മസാലയാണ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ഉപ്പിടാം. അതെ, ഉപ്പൊക്കെ കുറച്ച് പാകത്തിന് ഇട്ടാൽ മതി, പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇടാമല്ലോ. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ. ഇതിപ്പോൾ കാച്ചുമ്പോൾ കുറച്ച് ഇടും കേട്ടോ. നമ്മൾ മൂപ്പിക്കില്ലേ, അതിൻ്റെ പാകത്തിന് നമ്മൾക്ക് എരിവില്ലെങ്കിൽ കുറച്ച് നമ്മളിടും. കുരുമുളക് പൊടി പൗഡർ വളരെ കുറച്ച് മതി. ഇപ്പോൾ നമുക്ക് ഇനി റെഡിയാക്കുമ്പോൾ കാച്ചുമ്പോൾ ഇടാം. പിന്നെ ഇതേ പച്ചമുളക് ഇട്ടു, ഇഞ്ചി ചതച്ച് അരിഞ്ഞിടുന്നേക്കാളും നല്ലത് ചതച്ച് വയ്ക്കുന്നതാണ്. പിന്നെ ഇത് സബോള, തക്കാളി ഇത്തിരി അധികം ഇടക്കിടുന്നത് നല്ലതാണ്. തക്കാളി ഇട്ട് മസാല ഇത് കാച്ചുമ്പോൾ നമുക്ക് മൂപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതെല്ലാം വെന്തിട്ട് മൂപ്പിക്കില്ലേ, അപ്പോഴും നമുക്കിടാം. ഇപ്പം നമുക്ക് ഞാൻ ചെറിയ ടീസ്പൂണാണ്, അതിൽ 2 ടീസ്പൂൺ നേരത്തെ ഇടുന്നത്. ഓക്കെ. വേപ്പില നല്ല ഫ്രഷാണ് ഗൈസ്. എനിക്കാണെങ്കിൽ വേപ്പില ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറച്ചും കൂടി വേപ്പില ഞാൻ കൂട്ടിയിടും ഗൈസ്. എനിക്ക് വേപ്പില ഇഷ്ടമാണെന്നറിയാമല്ലോ. പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ വേണം, നല്ലപോലെ തിരുമ്പണം. ഓക്കെ, നമ്മുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് കൈയൊക്കെ കഴുകിയതാണ്. അപ്പം നമുക്ക് നല്ല കൂട്ടി തിരുമ്പലുണ്ട്, അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അത് നോക്കിക്കോളൂ. ഇങ്ങനെ നല്ല പോലെ ഇതെല്ലാം ഒടയണം. കുക്കറിലിട്ടിട്ടപ്പോൾ ഉണ്ടെങ്കിലും ഈ പോത്തിറച്ചി ഉണ്ടല്ലോ, ഇറച്ചിയുടെ കൂടെ ഇത് മസാല എല്ലാം കൂട്ടി ചേർത്ത് ഉടച്ച് 1 മണിക്കൂർ വെച്ചാലും നല്ലതാണ്. ഓണത്തിന് നമുക്ക് പച്ചക്കറികളെല്ലാം വെച്ച് കാണിച്ചു തരും. 2 തരം പായസം വരുന്നുണ്ട്, ഒക്കെ വീഡിയോസ് എടുക്കാനുണ്ട് കുറേ. ഇത് ഞാൻ മസാലപ്പൊടി നമ്മൾ പൊടിച്ചിട്ട് കാണിച്ചില്ലല്ലോ, നിങ്ങളെല്ലാവരും കണ്ടോളൂ. ഇതെല്ലാം ഞാൻ ഇട്ടതെല്ലാം കണ്ടു. ഇപ്പോൾ തന്നെ ബാച്ചുലറായിട്ട് താമസിക്കുന്നവരും ഗൾഫിലുള്ളവരൊക്കെ എല്ലാവർക്കും നമുക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, പോത്തിറച്ചിയൊക്കെ കിട്ടുന്ന ആളുകൾ അവിടെയൊക്കെ ഇതൊന്ന് ഒരു വട്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ, പിന്നെ ഈ മസാലപ്പൊടി നിങ്ങൾ പൊടിച്ചു വെച്ച് ഇതന്നെ നിങ്ങൾ ഫോളോ ചെയ്യും. സൂപ്പർ സംഭവമാണ് കേട്ടോ. അത് നന്നായിട്ട് കൂട്ടി തിരുമ്പി ഇതിന് ഞാൻ ഒരു അരമണിക്കൂർ ഫസ്റ്റ് വെക്കുന്നുള്ളൂ ഗൈസ്. അതിവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇത് റെഡി ആയിട്ടുണ്ടാവും, നോക്കട്ടെ. ഞാൻ തുറന്ന് വെച്ചിട്ടുണ്ട്. ഇത് വെന്തിട്ടാ. അപ്പം നമ്മൾ കടച്ചക്ക എന്ന് പറയുന്നത് നമ്മളിവിടെ ഇത് ഇടാണ്. കുറച്ചുള്ളൂ, നമ്മൾ ബീഫ് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇത് കടച്ചക്കയും കുറച്ചുള്ളൂ. എന്നിട്ട് ഇവിടെ എൻ്റെ മോന് ഇങ്ങനെ കഷ്ണങ്ങൾ ഇട്ട് വയ്ക്കുന്നത് ഇഷ്ടമില്ല.
ബീഫ് തന്നെ കറി വയ്ക്കുന്നത് ഇഷ്ടം. എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് കടച്ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ ഇത് ഇട്ടില്ലോ, ഇതിനെ നമ്മൾ അടച്ചു വെക്കില്ല കേട്ടോ. കുക്കറിലിട്ട് വിസില് ഇതാക്കി അപ്പോൾ വെന്തുടങ്ങി പോകും. ഇതിന്റെ പാകത്തിന് കുറച്ചും കൂടി ഉപ്പിടാം. അപ്പൊ ഇത് നല്ലപോലെ ഇളക്കിയിട്ട് ഇതിനെ ഇത് അടച്ചു വെക്കാണ്ട് തന്നെ നമ്മൾ വിസില് വേകിയെടുക്കും. അല്ലെങ്കിൽ വെന്തുടഞ്ഞു പോകും. കടച്ചക്ക വേഗം വേവില്ലോ. അപ്പൊ നമുക്ക് ഇതിനെ തീ കത്തിച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല സൂപ്പറായിട്ട് വന്നു. ഇങ്ങനെ വേവിക്കാവോ കേട്ടോ. തുറന്ന് വെച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് വേവിക്കാം. പക്ഷെ കുക്കറിൽ അടപ്പിലിട്ടിട്ട് വേവിക്കരുത്, അല്ലെങ്കിൽ പായസം പൊളിയായി. അപ്പൊ ഞാൻ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് കാച്ചിയെടുക്കാം. കാണിച്ചു തരാം. ചട്ടി വെച്ചു, തേച്ചിട്ട് നമുക്കത് എണ്ണ ഒഴിക്കുമ്പോൾ വെള്ളം പാടില്ല പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്കെറിക്കും. അപ്പൊ വേഗം നമുക്ക് എണ്ണ ഒഴിച്ച് റെഡിയാക്കും ചെയ്യാം. ഈ വെള്ളം പറ്റി വരും കാത്തിരുന്നാൽ നടക്കില്ല ഗൈസ്. അപ്പൊ പ്യൂർ വെളിച്ചെണ്ണ, ഇത് നമ്മളിവിടെ ആട്ടണ വെളിച്ചെണ്ണയാണ് നമ്മൾ മേടിക്കുന്നത്. ആട്ടണ സ്ഥലത്ത് നിന്ന് വെളിച്ചെണ്ണയിൽ കാച്ചാവോ കേട്ടോ. അതിനാണ് ടേസ്റ്റ്. ഞാൻ ഈ പോത്തിറച്ചി അധികം ഞങ്ങൾ മേടിക്കാത്തത് എന്താ വെച്ചാൽ ഞാൻ അധികം കൂട്ടാറില്ല. കൊളസ്ട്രോളിനൊക്കെ രാജാവല്ലേ ഈ സംഭവം. പക്ഷെ ഇന്ന് മലയാളിയിലെ ഏറ്റവും വലിയ ഫേവറേറ്റ് ആണ് നമ്മുടെ പോത്തിറച്ചി. പിന്നെന്തിട്ടാ പൊറോട്ട, സൂപ്പർ. അത് കഴിക്കാത്ത ആളുകളില്ല. അതെവിടെ ഉണ്ടോ, ഏത് ഹോട്ടലിലായാലും അത് ചോദിച്ചു കഴിക്കുന്നത്. ഇവിടെ വീട്ടിലായാലും പൊറോട്ട മേടിക്കും. അപ്പൊ ഇടയ്ക്ക് പിടിക്കുള്ളൂ കഴിച്ചാൽ. ആൽവിന് കഴിക്കാമല്ലോ, അവൻ ചെറുപ്പല്ലേ. അപ്പൊ മോനെ അവരുണ്ടാക്കി കൊടുക്കും. ഞാൻ കഴിക്കുന്നതൊക്കെ കുറവാ. ഞാൻ പോത്തിറച്ചി അധികം കഴിക്കില്ല. എന്നാലും നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും വയ്ക്കുള്ളൂ, എപ്പോഴും നമ്മൾ വയ്ക്കില്ല. അപ്പൊ നമ്മൾ ഇപ്പൊ ഇട്ടത് വെളിച്ചെണ്ണ ചൂടായിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ടു. പിന്നെ നമ്മൾ ബാക്കിയുള്ള വേപ്പല്, അത് വേപ്പല് ഇപ്പം ഇടരുത്, അതൊന്ന് മുരിയണം. മുരിഞ്ഞ് വരുമ്പോൾ വേപ്പല് ഇട്ടാൽ മതി. പിന്നെ നമുക്ക് കുരുമുളക് ഇടണം, ഉപ്പും പാകത്തിന് നോക്കണം. ഈ മുളക് പൊടിയും ഇടണം, ഈ മസാലപ്പൊടി ഞാൻ ഇങ്ങനെ തന്നെ വെച്ചത്. ഇതിൻ്റെ മണം പോയി കഴിഞ്ഞാൽ ഗുണവും മണം എല്ലാം പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കുപ്പിയിൽ തന്നെ ഞാൻ വെച്ചേക്കുന്നത്. ഇത് മൊരിയട്ടെ നന്നായിട്ട്. ഇത് നല്ലോണം മുരിഞ്ഞപ്പോൾ വേപ്പിലിടും. അത് നമ്മൾ വേവിച്ചപ്പോഴും വേപ്പിലിട്ടുണ്ടായി. ഇനി നമ്മൾ മസാലകളാണ് ഇടുക. തീ നന്നായിട്ട് ഞാൻ കുറച്ച് വെച്ചു. ഇനി നമുക്ക് മസാല ഇടാം. ഈ ചെറിയ ടീസ്പൂൺ ഉണ്ട്, അതിൽ 2 ടീസ്പൂൺ നേരത്തോട്ട് ഇപ്പോഴും 2 എടുത്തു. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഈ ചെറിയ ടീസ്പൂണിന് 4 ടീസ്പൂൺ ഇട്ടു. എരിവില്ലാത്തതാണ്, കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിടുന്നത്. ഓക്കെ, ഇതിന് കുറച്ച് ഇറച്ചി മസാല നമുക്ക് യൂസ് ചെയ്യാം. അത് നമുക്കിത് കറിയിലേക്ക് ഇട്ടാൽ വൈകുന്നേരം മൊരിക്കണമെന്നില്ല. അതെല്ലാം വറുത്ത് നമ്മൾ പൊടിച്ച് വെച്ചേക്കാം. ഇതിന് നല്ലോണം ഇതിനൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. പച്ചമണം പോകണം കേട്ടോ. പച്ചപ്പൊക്കെ മാറിയിട്ട് ഇതിന് നമുക്ക് ഇതിലേക്ക് എടുത്തിടാം. ഇങ്ങനെ തന്നെ ഇട്ടു, നേരെ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇടുന്നത്. ഇത് നമ്മളൊരു കുഴമ്പനാക്കിയിട്ടാണ് ഇതിനെ നമ്മൾ വെക്കുന്നത് കേട്ടോ. കാണിച്ചു തരാം. ഇത് ഞാനിപ്പോൾ വരാം. ഇത്തിരി വെള്ളം എന്ന് വെച്ചാൽ കുഴമ്പൽ ഭാഗം. അപ്പം നമുക്കിതിനെ ചപ്പാത്തി, പൊറോട്ട, ചോറ്, ഇടിയപ്പം എല്ലാം കഴിക്കാം. അപ്പം നോക്കിയേ, നല്ല സൂപ്പർ കറിയാണ്. ഇപ്പം ഞങ്ങൾ ചോറിനെയാണ് എടുക്കണേ. അതുകൊണ്ട് തന്നെ വലിയ ചാറോട് എടുക്കണം. കുറേ ചാറും പാടില്ല, എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ്. ഞാൻ വെച്ച് ഇച്ചിരി ഉപ്പ് ഉണ്ടോ നോക്കട്ടെ. ഉപ്പില്ലെങ്കിൽ ഉപ്പില്ല പറഞ്ഞത്, ഉപ്പ് കൂടാനും പാടില്ല. 1 മിനിറ്റ് ഞാൻ ഇറച്ചി മസാല കുറച്ചെടുക്കട്ടെ കേട്ടോ. ഈ മസാലകൾ ഗൈസ് എന്താണെന്നറിയാം, ഈ പാത്രത്തിൽ ഇട്ട് വയ്ക്കാതെ ഇതിൻ്റെ മണം പോവും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ എടുത്ത് കാണിക്കും. നമ്മൾ അതിൽ മസാല ഉണ്ടെങ്കിലും നമ്മൾ ഗരം മസാല പൊടിച്ചു വയ്ക്കുമല്ലോ, അതുകൊണ്ട് ഇത്തിരി കുറച്ചിട്ടത്. ഇതിലുണ്ട് ഏലക്കായും കരികപ്പട്ട എല്ലാം ഉണ്ടല്ലോ. ഇങ്ങനത്തെ സ്പെഷ്യൽ മസാല നമ്മൾ പൊടിച്ചു വെച്ച് കഴിഞ്ഞാൽ
എല്ലാ കറികൾക്കും യൂസ് ചെയ്യാം. ഇറച്ചി കറികൾക്കൊക്കെ സൂപ്പറാണ്. കഴിച്ച് നോക്കിയേ, കാണിച്ചു കൊടുത്ത മോനെ. കറി റെഡിയായി. ഇത് കഴിച്ച് ഞാൻ കഴിച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കഴിച്ച് ഇത് കണ്ട സൂപ്പർ കറി എന്ന് വെച്ചാൽ സൂപ്പർ കറി, രക്ഷയില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴിച്ച് നല്ല ചൂടുണ്ട്. ഇത് നിങ്ങൾ ഒരു വട്ടെങ്കിലും വെക്കണം കഴിച്ച് വെച്ചിട്ട് നിങ്ങൾ എന്നോട് പറയണ അഭിപ്രായം. പക്ഷേ ഈ മസാലയില്ല, അന്ന് കാണിച്ച മസാല നിങ്ങൾ കുടിക്കണം. എത്ര ആളത് ശ്രദ്ധിക്കുന്നുണ്ട്, എത്ര ആൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കുറേ ആളുകൾ നോക്കുന്നുണ്ട് കേട്ടോ. കുറേ ആളുകൾ ചിക്കൻ കറി വെച്ച് ചോദിച്ചിട്ടുണ്ട്, ബിരിയാണി ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാം വരുന്നുണ്ട് അടുത്തടുത്ത് തന്നെ. ചൂടുണ്ട് ഗൈസ്, നല്ല ടേസ്റ്റോ. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് കറി ഉണ്ടെങ്കിലോ 2-3 പൊറോട്ടയൊക്കെ കഴിച്ചു പോകും. ചോറ് നന്നായിട്ട് കഴിക്കും. നന്നായിട്ട്. സുമയ്ക്ക് കൊടുക്കാത്ത എന്തായാലും നിങ്ങൾ ചോദിക്കും. എല്ലാ പ്രാവശ്യം സുമയ്ക്ക് കൊടുക്കുക. അവള് നാളെ അമ്പലത്തിൽ പോവാം. അതുകൊണ്ട് അവൾക്കും എനിക്കും വിഷമമുണ്ട്. നമുക്ക് കറിയും കൊടുത്തുവിടാൻ പറ്റില്ല. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായിട്ടും അടുത്തന്നെ ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.